ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇതൊരു ചെറിയൊരു മീൻകുളം, ഒരു പടുതാക്കുളം പോലെ ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ ആദ്യം ഇത് മെഷൊക്കെ സെറ്റ് ചെയ്തു. 2x2 മെഷാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ചുറ്റും മുകളിലും താഴെയായിട്ട് 8mm കമ്പി നമ്മൾ വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആ കമ്പിക്ക് മുകളിലായിട്ട് പൈപ്പ് നമ്മൾ പഴയ ഓസ് കട്ട് ചെയ്തിട്ടാണ് നമ്മളിത് കയറ്റിയിരിക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഷീറ്റ് ഇടുന്ന സമയത്ത് അത് കീറാതിരിക്കാനായിട്ട്, അത് ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ അത് ചുറ്റും നല്ല രീതിയിൽ കുറച്ച് ജോയിൻറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ കെട്ടണം. പിന്നെ അത് വെൽഡ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ചുറ്റും അതിൻ്റെ വാട്ടർ ലെവലും നോക്കണം. വാട്ടർ ലെവൽ എന്തിനാണെന്ന് വെച്ചാൽ നോക്കുന്നത്, നമ്മളതിൻ്റെ ഒരു ഭൂമിയുടെ ഇതിനനുസരിച്ച് അത് ചരിവുണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് വാട്ടർ ലെവൽ സെറ്റ് ചെയ്യുന്നത്. വാട്ടർ ലെവൽ നോക്കിയതിന് ശേഷം പിന്നെ നമുക്കതിൻ്റെ ഉള്ളിൽ ഒന്ന് ചരിവ്, അതായത് സെൻറ്റർ കുറച്ച് ആഴത്തിലായിട്ട് ചരിവായിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട്. അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ വേസ്റ്റ് വെള്ളം അതിൽ വന്ന് അടിയഞ്ഞ് നമ്മൾ വാൾവ് തുറക്കുന്ന സമയത്ത് ആ വേസ്റ്റ് വെള്ളം അങ്ങനെ വെളിയിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് 2 സൈഡിലും നമ്മൾ വാട്ടർ ലെവൽ നോക്കണം. ആ 2 സൈഡും, ആ ഭാഗത്തും ഈ ഭാഗത്തൊന്നായിട്ട് നമ്മൾ വാട്ടർ ലെവൽ നോക്കുകയാണ്. വാട്ടർ ലെവൽ ഓക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെ നെക്സ്റ്റ് നമ്മളത് സെൻറ്ററിലെ വാൾവ്, അതായത് നമ്മൾ വേസ്റ്റ് വെള്ളം വാൾവ് തുറക്കുമ്പോൾ ഫിൽട്ടർ രീതിയിൽ നമ്മളത് പോകണം. പിന്നെ അതിനോട് ചേർന്ന് തന്നെ ഇതിന് ചുറ്റും സിമെൻറ്റും മണലും മിക്സ് ചെയ്തതിന് ശേഷം ഇതിന് ഇട്ട് കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ, അത് നമ്മൾ ഇരുമ്പ് മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തുരുമ്പിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളത് ഇട്ട് കഴിഞ്ഞാൽ അത് തുരുമ്പിക്കാത്ത രീതിയിൽ വേണം നമ്മളത് സെറ്റ് ചെയ്യാനായിട്ട്. ഈ രീതിയിൽ ചെറുതായിട്ട് അതിൻ്റെ അടിയിലത്തെ മണ്ണങ്ങ് എടുത്തതിന് ശേഷം അതിൽ സിമെൻറ്റും മണലും മിക്സ് ചെയ്തിട്ട് അതിലിട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ അത് സെറ്റ് ചെയ്യുക. ആ ചുറ്റും 4 സൈഡും വൃത്തത്തിൽ റൗണ്ടിലെടുത്ത് മണ്ണെടുത്തതിന് ശേഷം അതായിട്ട് നല്ല രീതിയിൽ ഉറപ്പിക്കുക. ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഏകദേശം നല്ലൊരു ഉറപ്പം കിട്ടും. ആ മണ്ണിൻ്റെ അതിൽ തുരുമ്പ് പിടിക്കാനുള്ള സാധ്യതയും കുറവാണ്. അതുപോലെ തന്നെ 4 സൈഡും ചെയ്യേണ്ടതാണ്. ഈ രീതിയിൽ നമ്മളെടുത്തിട്ട് മണ്ണിൽ സിമെൻറ്റ് നല്ല രീതിയിൽ കുഴച്ചിട്ടിടുക. പിന്നെ നമ്മൾ മുകളിൽ ഓസ് വെച്ച് ഇതാക്കിയതിൽ നല്ല രീതിയിൽ അത് കയറിട്ടിട്ട് നല്ലോണം കെട്ടണം. കാരണം നമ്മൾ ഷീറ്റ് ഇടുന്ന സമയത്ത് അത് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, അത് അഴിഞ്ഞു പോകുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഷീറ്റിന് കംപ്ലയിൻറ്റ് വരും. ഒരു ഷീറ്റിന് ചെറിയ കംപ്ലയിൻറ്റ് വന്നാൽ പോലും, ചെറിയൊരു ഹോള് വീണാൽ പോലും പിന്നെ അത് ഷീറ്റ് പെട്ടെന്ന് കേടുവന്നു പോകും. പിന്നെ അത് ഈ രീതിയിൽ നമ്മൾ ഡ്രിൽ മെഷീൻ ഉപയോഗിച്ചിട്ട് 1.5 ഇഞ്ചിൻ്റെ പൈപ്പിൽ ഇത് ചെറിയൊരു ഹോളുകൾ ഇടുകയാണ്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ വാൾവ് കൊടുക്കുന്ന സമയത്ത് ഈ വേസ്റ്റ് വെള്ളം അതിലൂടെ പെട്ടെന്ന് പോകാനായിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. അത് വേസ്റ്റ് അതിൽ വന്നിട്ട് എളുപ്പം പോകാനായിട്ടാണ് ചെയ്യുന്നത്. ഇതുപോലെ എല്ലാ സൈഡിലും 4 സൈഡിലും ഇതുപോലെ ഹോളിട്ടിട്ട് സെറ്റ് ചെയ്യേണ്ടതാണ്. ഈ രീതിയിൽ അത് പൊട്ടാത്ത രീതിയിൽ ഡ്രിൽ ബിറ്റ് ഉപയോഗിച്ച് ഈ രീതിയിൽ 4 സൈഡിലും ഹോളിട്ടിട്ട് ചെയ്യേണ്ടതാണ്. നമ്മളിപ്പോൾ ഇത് സെറ്റ് ചെയ്തു. അതും സെൻറ്ററിൽ ചെറിയൊരു അത് അങ്ങോട്ട് വെളിയിലോട്ടൊരു പൈപ്പ് കൊടുത്തതിന് ശേഷം ഒരു വാൾവ് അവിടെ വെളിയിൽ സെറ്റ് ചെയ്യുന്നത് പോലെ സെൻറ്ററിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. മോളാണ്. അതിൻ്റെ ഉള്ളിൽ കല്ലും ഇതൊക്കെ എടുത്ത് കളയണം. കാരണം നമ്മളത് ഷീറ്റ് വിരിക്കുമ്പം അതിനോട്ട് വെള്ളത്തിൻ്റെ പ്രഷർ വരുമ്പോൾ അത് ഓട്ടയാവാതിരിക്കാനാണ്, അത് ഷീറ്റ് കംപ്ലയിൻ്റ് ആവാതിരിക്കാനാണ് ആ മണ്ണും കല്ലൊക്കെ എടുത്ത് കളയേണ്ടത്. ഇതുണ്ട്. ഇതുപോലെ തന്നെ വാൾവ് സെറ്റ് ചെയ്യുക. വാൾവ് സെറ്റ് ചെയ്തിട്ട് എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം ഇതേപോലെ പഴയ ചാക്കുകൾ, പ്ലാസ്റ്റിക് കവർ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ വിരിച്ചിട്ട് കൊടുക്കണം അതിന് ഫുള്ള്. ഇതും അതിനാണ് ഉപയോഗിക്കുന്നത് നമ്മൾ. കാരണം നമ്മളത് ഷീറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഷീറ്റ് കംപ്ലയിൻറ്റ് വരാതിരിക്കാനാണ് ഇങ്ങനെയുള്ള ചെയ്യുന്നത്. ഇങ്ങനെ ചുറ്റുമിട്ടതിന് ശേഷം ഇതിൽ നമ്മൾ പുതിയ ഷീറ്റ്, അതാണത് GMC, അതായത് GSMൻ്റെ 550 GSMൻ്റെ ഷീറ്റാണ് നമ്മളത് ഇട്ടിരിക്കുന്നതിനകത്ത്. അത് നല്ല തിക്നെസ് കൂടിയ ലൈഫ് ലോങ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് കാലം നിൽക്കും ഈ ഷീറ്റ്. 550, 250ൻ്റെ ഉണ്ട്, പല സൈസുണ്ട്. പക്ഷേ നമ്മളെടുത്തിരിക്കുന്നത് 550ൻ്റെയാണ്. പിന്നെ ഈ കാണുന്നതിൽ ചെറിയൊരു നമുക്കൊരു മിസ്റ്റേക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെടുത്തിരിക്കുന്ന ഷീറ്റ് കുറച്ച് വലുതാണ്. അതാണ് ഈ ചുളിവുകൾ വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ അത് പാടില്ല. നമ്മൾ കുറച്ചുകൂടെ
നല്ല രീതിയിൽ വൃത്താകൃതിയിൽ ആക്കുകയാണെങ്കിൽ ഈ ഷീറ്റിന് ചുളിവ് വരത്തില്ല. നമ്മുടെ കയ്യിൽ ചുളിവ് വന്നിരിക്കുകയാണത്. ഇതാ ഫൈനലി നമ്മൾ അതിൽ വെള്ളം റിഹേഴ്സൽ പോലെ നമ്മൾ ചെറുതായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒഴിച്ചിട്ട് ആ മുകളിൽ കാണുന്ന ക്യാന് നമ്മളത് ഫിൽട്ടർ രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയതാണത്. അതായത് വെള്ളം പമ്പ് അതിൽ കയറി ഫിൽട്ടറായിട്ട് റിട്ടേൺ നമ്മുടെ ഈ കുളത്തിൽ തന്നെ ഇതിലേക്ക് വീഴുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് വെള്ളം ഫിൽട്ടർ ചെയ്യാനാണ്. നമ്മളൊരു പരീക്ഷണാർത്ഥം നമ്മൾ വീട്ടിൽ ചെറിയ രീതിയിൽ ചെയ്തിരിക്കുകയാണത്. ഇതുണ്ട്, ഇത് വേസ്റ്റ് വാൾവ് നമ്മൾ പോകാൻ വേണ്ടിയിട്ട്, വേസ്റ്റ് വെള്ളം പോകാൻ വേണ്ടി അതിനുള്ള വാൾവാണിത്. നമ്മളുണ്ടാക്കിയ ക്യാന് കാര്യങ്ങളെല്ലാം നമ്മൾ പഴയ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.